ഫ്രണ്ട്സ്, എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു ലഞ്ച് മെനു ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഒരു 4-5 ഐറ്റംസ് അത്രയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു 20 മിനിറ്റിനുള്ളിൽ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു ലഞ്ച് മെനു. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കിയാലോ. അപ്പോൾ പെട്ടെന്ന് എന്താ പറയുക, അധികം സമയമില്ലാത്ത ദിവസങ്ങളിൽ ഒക്കെ ഉണ്ടാക്കാവുന്ന ഒരു അടിപൊളി ലഞ്ച് മെനു ആണ്. ലഞ്ച് മെനു ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ ഇതിന് വേണ്ടിയിട്ട് വഴുതിനിങ്ങ എടുത്തിട്ടുണ്ട്, തക്കാളി, മുട്ട എടുത്തിട്ടുണ്ട് 4, പിന്നെ ഇത് ഫ്രോസൺ ഗ്രീൻ പീസ് ആട്ടോ. പിന്നെ ബ്രോക്കലി എടുത്തിട്ടുണ്ട്, പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്, ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, അതുപോലെ നാളികേരം. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ തയ്യാറാക്കുന്ന സമയത്ത് പറയാട്ടെ എന്തൊക്കെ ഉണ്ടാക്കണേന്ന്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തുടങ്ങാം. ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് നല്ല തിളച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇതിലേക്ക് നമുക്ക് ബ്രോക്കലി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. കോളിഫ്ലവർ ഒക്കെ കട്ട് ചെയ്ത് ഇടണമെന്നതുപോലെ, അതായത് ഇതുപോലെ അടർത്തി ഇട്ട് കൊടുക്കാം. ഇനി ബ്രോക്കലിയിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതുപോലെ ഇവിടെ ഇരിക്കട്ടെ, ഒരു 5 മിനിറ്റ് ഇരിക്കട്ടെ കേട്ടോ. എന്നിട്ട് നമുക്കിത് വെള്ളമൊക്കെ കളഞ്ഞ് ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ബ്രോക്കലി നമ്മളൊരു കുറച്ച് എണ്ണയിൽ വഴറ്റിയെടുക്കണം ചെയ്യുക, വലിയ മസാലകളൊന്നും ചേർക്കാതെ ഒരു സ്റ്റിർ ഫ്രൈ ആ ഒരു രൂപത്തിൽ. പിന്നെ നമുക്ക് ഒരു സവോള, ഒരു വലിയ കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. സവോള കട്ട് ചെയ്തെടുക്കുക, ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നന്നായിട്ട് ചതച്ചെടുക്കാം. അതുപോലെ പച്ചമുളകും ഉണ്ടാവും, 2 പച്ചമുളകും കൂടിയും ഇതിൻ്റെ കൂടെ ഇടുന്നുണ്ട്. ഞാനിവിടെ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂണോളം അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഡ്രെയിൻ ചെയ്ത് വെച്ച ബ്രോക്കലി ഇട്ട് കൊടുക്കാം. ഒന്നുകൂടി ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി ചേർക്കണത് ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ്, 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് അല്ലെങ്കിൽ ചതച്ചമുളക്. പിന്നെ ഞാനിതിലേക്ക് പിസ്സ സീസണിംഗ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഒറിഗാനോ, ബേസിൽ ഫ്ലേക്സ് ആണ് ചേർക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി, അല്ലെങ്കിൽ ചേർക്കണ്ട. നല്ലൊരു ഫ്ലേവർ തന്നെ വരും. ഒരു 2 ടീസ്പൂണോളം അളവിൽ ഞാൻ ചേർക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇതിൻ്റെ ആ ഒരു വെള്ളം ഉണ്ടല്ലോ അതൊന്ന് പോകണം, അത്ര തന്നെ മതി. ഓവറായിട്ട് വേവിച്ചെടുക്കണ്ട. അപ്പോൾ ഇതോടെ ഒന്ന് കുക്കാട്ടെ. ആ ഒരു സമയത്ത് നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാം. ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്, നന്നായി ചൂടായിട്ട് വരട്ടെ. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ നിറയെ എടുക്കുന്നുണ്ട്. ഇനി ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് നമുക്ക് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. 1 തക്കോലം, പിന്നെ ഒരു 3 ഏലക്കായ, 2 കഷ്ണം കറുകപ്പട്ട, 4 ഗ്രാമ്പു, പിന്നെ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ പെരിഞ്ജീരകം, പിന്നെ ഒരു 2 ബേ ലീഫ്. ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ ആ ഒരു എന്താ പറയുക, ഒരു ഫ്ലേവറൊക്കെ എണ്ണയിലേക്ക് നന്നായിട്ട് വരട്ടെ. അപ്പോൾ ഈ ഒരു സമയത്ത് കണ്ടോ നമ്മുടെ ബ്രോക്കലി റെഡി ആയിട്ട് വന്നിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. പിന്നെ ബ്രോക്കലി ഒക്കെ ഒരുപാട് വേവിച്ചെടുക്കുക, ഇതിൻ്റെ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടും. ഇത് മതി കേട്ടോ. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സവോള മുറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും മുട്ടയൊക്കെ ചേർത്തിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ ഒരു വലിയ സവോളയാണ് ഞാൻ നീളത്തിൽ കനം കുറച്ച് മുറിച്ചെടുത്തിരിക്കുന്നത്. സവോള നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം. അപ്പോൾ സവോള വഴന്ന് വരുന്ന ഒരു സമയം കൊണ്ട് നമുക്ക് വഴുതിനിങ്ങയൊക്കെ മുറിച്ചെടുക്കാം. നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് തന്നെ മുറിച്ചെടുക്കാം. വഴുതിനിങ്ങ ഞാൻ മുറിച്ചിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്, അല്ലെങ്കിൽ പെട്ടെന്ന് ഇതിൻ്റെ കളറ് മാറും. വഴുതിനിങ്ങയൊക്കെ അതേ മുറിച്ചെടുത്ത് കഴിഞ്ഞു കേട്ടോ. സവോളയൊക്കെ കണ്ടോ ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇത് മതി. ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ചെടുത്ത ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഉണ്ടല്ലോ അത് ചേർക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്നും കൂടി ഒന്ന് വഴന്നു വന്നോട്ടെ. ഇപ്പം നമ്മുടെ സവോള, ഇഞ്ചി, വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇത് മതി. ഇതിലേക്ക് ഇനി നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. മുളക് പൊടി 2 ടീസ്പൂൺ, മല്ലിപ്പൊടി 2.5 ടീസ്പൂൺ, 2.5 ടീസ്പൂൺ മുതൽ ഒരു 3 ടീസ്പൂണൊക്കെ വരെ ചേർക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നു കേട്ടോ.
ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു തക്കാളിയാണ് കേട്ടോ ഞാൻ മുറിച്ചിട്ട് കൊടുക്കുന്നത്. നല്ല പഴുത്തൊരു തക്കാളി. തക്കാളി ഒന്ന് വഴന്നു നോട്ടെ. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ അപ്പുറത്തെ അടുപ്പിൽ ഒരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു സവോള മുറിച്ചതാണ്. ചെറുതായിട്ട് മുറിച്ച സവോള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സവോളയുടെ കൂടെ തന്നെ ഞാൻ വഴുതിരിങ്ങ മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ചേർക്കുന്നത് മുളക് പൊടിയാണ് കേട്ടോ. മുളക് പൊടി ഒരു 1.5 ടീസ്പൂണോളം അളവിൽ ചേർക്കുന്നത്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴന്ന് വരണം. അടിച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് റെഡി ആയി വരട്ടെ. പിന്നെ മസാലയിലേക്ക് ഞാനൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒന്ന് റെഡി ആയിട്ട് വരട്ടെ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഈ ഒരു 3 ഉരുളക്കിഴങ്ങൊന്ന് തൊലിയൊക്കെ കളഞ്ഞ് മുറിച്ചെടുക്കാം. കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട്. ഇപ്പോൾ കണ്ടില്ലേ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് മുറിച്ചെടുത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഇതുവരെ അതിൽ ഉപ്പൊന്നും ചേർത്തില്ലേ, നമുക്കിപ്പോൾ ഉപ്പ് ചേർക്കാം. അതിനുശേഷം ഈ ഉരുളക്കിഴങ്ങ് വേവാൻ ആവശ്യത്തിന് ഞാൻ ചൂടുവെള്ളം കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഉരുളക്കിഴങ്ങ് ഒന്ന് വെന്ത് വന്നോട്ടെ. വഴുതിനിങ്ങ കണ്ടോ ചെറുതായിട്ടൊന്ന് വാടി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഈ ഉരുളക്കിഴങ്ങ് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് റെഡി ആയി വരട്ടെ. പിന്നെ നമ്മളൊരു മാങ്ങ ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേ മാങ്ങ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു പീസൊക്കെ മതിയാവുന്നുണ്ട്. ഇതിപ്പോൾ ഒരുപാട് പുളിയുള്ള മാങ്ങയൊന്നുമല്ല, ആവശ്യത്തിനുള്ളൊരു പുളി. നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടോ നമ്മുടെ വഴുതിനിങ്ങ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് മതി കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഉപ്പും എരിവൊക്കെ കറക്റ്റ് ആണോ നോക്കുക. എരിവ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ചില്ലി ഫ്ലേക്സ് ഒക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു 6-7 മിനിറ്റ് ഒന്നും കൂടി ഒന്ന് വഴറ്റിയിട്ടാൽ മതി. ഇതിലിപ്പോൾ എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഒരു പകുതിയോളം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ ഇനിയിപ്പോൾ ഫ്രോസൺ ഗ്രീൻ പീസാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ പീസ് ചേർക്കാം, ഉണങ്ങിയ ഗ്രീൻ പീസ് ചേർക്കാം. ഉണങ്ങിയതാണെങ്കിൽ വേവിച്ചതിന് ശേഷം കുക്കറിൽ വേവിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഫ്രോസൺ ആയ കാരണം വലിയ വേവ് കാര്യങ്ങളൊന്നും ഇല്ല ഇതിന്. ഇനി രണ്ടും കൂടി ഒന്ന് വെന്ത് വന്നോട്ടോ. അടച്ചു വയ്ക്കണം നന്നായിട്ട് കേട്ടെ. നമുക്ക് മാങ്ങ ചമ്മന്തി ഉണ്ടാക്കാം. ദേ കട്ട് ചെയ്ത മാങ്ങ, അതുപോലെ ചെറിയ ഉള്ളി ഒരു 6 എണ്ണം എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക് എരിവിനനുസരിച്ച്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം പിന്നെ ഞാൻ നാളികേരാണ് കേട്ടോ ഇതിലേക്ക് ചേർക്കുന്നത്. ഒരു നാളികേരത്തിന്റെ 1/4 ഭാഗമാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ. ഞാൻ കൊത്തിയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇത് അരച്ചെടുക്കാം. ഇത് ഇതുപോലെ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പഞ്ചസാര ചേർക്കുമ്പോൾ ഒരു പുളി അതൊന്ന് ബാലൻസ് ആയിട്ട് വരും. ഇതിപ്പോൾ അത്ര നല്ല ടേസ്റ്റുള്ള മാങ്ങയല്ല. നല്ല ചെനച്ച മാങ്ങയൊക്കെ ആണെങ്കിലാണ് കൂടുതൽ നല്ല ടേസ്റ്റ് ആയിട്ട് വരും. നല്ല മാങ്ങയാണെങ്കിൽ ഈ ഒരു പഞ്ചസാരയുടെ ആവശ്യമില്ല കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ആ ഒരു ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിലും കുഴപ്പമില്ല, ചേർക്കണ്ട. അപ്പം നമ്മുടെ മാങ്ങ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കേണ്ട ഒരു 1/2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂണൊക്കെ മതി. ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇല്ലങ്ങനെ മധുരരസം മുന്നിട്ട് നിൽക്കൊന്നുമില്ല കേട്ടോ. നമ്മൾ കുറച്ച് പഞ്ചസാരയിലേ ചേർത്തിട്ടുള്ളൂ. ആ ഒരു പഞ്ചസാര ചേർത്തപ്പോൾ നല്ല വിളഞ്ഞ മാങ്ങയുണ്ടല്ലോ, അതിൻ്റെ ഒരു ടേസ്റ്റിലേക്ക് വന്നത്. ഇനിയിപ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കാം. ഉരുളക്കിഴങ്ങ് കണ്ടോ വെന്ത് വന്നുണ്ട്. ഇത് മതി. ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പൊക്കെ
അതുപോലുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന്. ഉപ്പ് എരിവ് ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട്. നമുക്കിനി ഇതിലേക്ക് മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. എത്ര മുട്ട വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 4 എടുക്കുന്നുള്ളൂ. ഇനി ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. 5-6 മിനിറ്റ് ഇതുപോലെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും മുട്ടയിൽ മസാല കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ടാവും. ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം. ഞാനതിൻ്റെ മുകളിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് നമുക്ക് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് കുറച്ച് ഗരം മസാലയാണ്, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ഇത് ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. മുട്ട തിരിച്ചിട്ട് കൊടുക്കണം നമുക്ക്. അപ്പോൾ 2 ഭാഗം നന്നായിട്ട് തന്നെ വെന്തും വരും. ഇനി ഒന്നും കൂടി എല്ലാം കൂടി ഒന്ന് മിക്സായിട്ട് വന്നോട്ടെ. ഒരു 5 മിനിറ്റ് കൂടി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്കിനിപ്പോൾ ചോറ് കഴിച്ചാലോ. ഞാൻ ചോറ് എടുക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് ബ്രോക്കലി ആദ്യം ഇട്ട് കൊടുക്കാം. ബ്രോക്കലി സ്റ്റിർ ഫ്രൈ, മെഴുക്ക് പുരട്ടി എന്ന് എന്ത് വേണമെങ്കിലും പറയാം. പിന്നെ നമ്മുടെ മാങ്ങ ചമ്മന്തി, പിന്നെ നമുക്ക് വഴുതനങ്ങ മെഴുക്ക് പുരട്ടി വെച്ച് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നത് കടുമാങ്ങാച്ചാറാണ്. അതുപോലെ പപ്പടം വെച്ച് കൊടുക്കാം. പിന്നെ ഇത് നമ്മുടെ കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ റെഡി ആയിട്ടുണ്ടാവും. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് ഉരുളക്കിഴങ്ങും മുട്ടയും ഗ്രീൻ പീസ് എല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു കറി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എല്ലാ കറികളും റെഡി ആയിട്ടുണ്ട്. നമുക്ക് കഴിച്ചാലോ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. എന്തായാലും ഇഷ്ടവും നല്ല നാടൻ കടുമാങ്ങച്ചാറും മാങ്ങ ചമ്മന്തി എല്ലാം കൂട്ടി ഞാൻ കഴിക്കാൻ പോവുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും വീഡിയോന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തോളാം കേട്ടോ. എന്നാലാണ് എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ ഇനിയും വീഡിയോസൊക്കെ ചെയ്യാനും ഒരു ഉന്മേഷമൊക്കെ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.